റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ വീണ്ടും ആണവായുധ പരീക്ഷണം നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ബുധനാഴ്ച രാവിലെയാണ് റഷ്യൻ സൈന്യം മൂന്നാം വട്ട ആണവായുധ പരീക്ഷണം നടത്തിയത്. റഷ്യൻ പട്ടാളക്കാർ തങ്ങളുടെ ആണവ ശേഖരത്തിൽ നിന്നും ആയുധങ്ങൾ പുറത്തെടുത്ത് മോക്ക് ഡ്രിൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള കൂറ്റൻ വാർഹെഡുകൾ, ആണവ ബോംബുകൾ, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ടാങ്കറുകൾ എന്നിവ പുറത്തെടുത്തായിരുന്നു റഷ്യയുടെ പരീക്ഷണം. അടിയന്തര ആവശ്യമുണ്ടായാൽ ആയുധം പ്രയോഗിക്കുന്നതിന് പട്ടാളക്കാർക്ക് പരിശീലനം നൽകുന്നതിനായാണ് ആണവായുധങ്ങൾ പുറത്തെടുത്തതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്നാൽ യുക്രൈനെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും തങ്ങളുടെ സൈന്യം അതിന് സജ്ജമാണെന്നും പുടിൻ നേരത്തെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. റഷ്യൻ പ്രദേശങ്ങളിലോ യുക്രൈനിലോ അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചാൽ ആ നീക്കത്തെ യുദ്ധത്തിനുള്ള ഇടപെടലായി റഷ്യ കണക്കാക്കും. റഷ്യ അമേരിക്ക ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായവർ യുഎസിലുണ്ട്. അതുകൊണ്ട് ആണവ യുദ്ധത്തിലേക്ക് എടുത്തു ചാടേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ തങ്ങൾ അതിന് സജ്ജരാണ് എന്നാണ് പുടിൻ അഭിമുഖത്തിൽ പറഞ്ഞത്. റഷ്യയിലെ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കുകയായിരുന്നു പുടിൻ്റെ അഭിമുഖം. എന്നാൽ അന്ന് അത് വോട്ടുപിടിക്കാനുള്ള പുടിൻ്റെ തന്ത്രമായി കരുതിയെങ്കിലും അമേരിക്ക പുടിൻ്റെ തുറന്നുപറച്ചിൽ ഒരു ഭീഷണിയായി തന്നെയാണ് എടുത്തത്. പ്രസിഡന്റ് ജോ ബൈഡൻ ഉടൻ തന്നെ മറുപടി നൽകുകയും ചെയ്തു. ആഗോള സുരക്ഷയോടുള്ള അമേരിക്കയുടെ നിരുത്തരവാദപരമായ മനോഭാവം മൂലം ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ അംഗീകാരം റദ്ദാക്കുന്നതായി റഷ്യ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ പാർലമെന്റ് ഒന്നടങ്കം ഈ തീരുമാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തതാണ്. 1996 ഉടമ്പടി US അംഗീകരിക്കാത്തതിനാൽ റഷ്യയും പിൻവാങ്ങുന്നതായാണ് അന്ന് റഷ്യൻ സ്പീക്കർ പ്രതികരിച്ചത്. പിന്നാലെയാണ് റഷ്യ ആണവ പരീക്ഷണവുമായി മുന്നോട്ട് പോയത്.